അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മുഹറം മാസം നമ്മളിൽ നിന്നും വിട വാങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളാണ് ഉള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു നാമം. ഈ ഒരു നാമത്തിനെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും ഒരുപാട് എണ്ണം, എത്ര എണ്ണം എന്ന് പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രക്കും എണ്ണം ഈ ഒരു ഇസ്മിനെ ഓരോ ദിവസവും നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ, അതും അസർ നിസ്കരിച്ചതിന് ശേഷം, അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിൽ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യം, പട്ടിണി, കടം, ഈ 3 കാര്യങ്ങളും അല്ലാഹു തആല എടുത്തു കളയുന്നതാണ്. ജീവിതത്തിലെ രോഗങ്ങൾ, അത് ചെറുതും വലുതും മാരകമായതും മാറാത്തതും പകർച്ചവ്യാധിയുമാകട്ടെ, എന്തുമാണെങ്കിലും അല്ലാഹു തആല അത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമാക്കിയിട്ടും ശിഫയാക്കി തരും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നിങ്ങളെ തൊട്ട് ഇല്ലാതെയാക്കുന്നതിനും ഈ ഒരു ഇസ്മ നിങ്ങളെ സഹായിക്കും. ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങൾ അപമാനിതരായി തലകുനിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും നടന്നു കിട്ടാതെ നിങ്ങൾ അവിടെയും പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഇസ്മിനെ ദിവസവും അസർ നിസ്കരിച്ചതിന് ശേഷം മിനിമം 100 വട്ടമെങ്കിലും നിങ്ങൾ ഒന്ന് ഓതി നോക്കൂ, ചൊല്ലി നോക്കൂ. തീർച്ചയായിട്ടും ഈ ഒരു ഇസ്മിൻ്റെ മഹത്വം കൊണ്ട് കരുണാനിധിയുമായിട്ടുള്ള അല്ലാഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ മുറാദുകൾ നിങ്ങൾക്ക് ഹാസിലാക്കി തരും. ഏതാണ് ആ ഇസ്മെന്ന് കൂടെ ഞാൻ പറഞ്ഞു തരാം. അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാൻ്റെ പ്രിയ നാമമായിട്ടുള്ള യാ റഹ്മാനു യാ അല്ലാ എന്നതാണ്. കാരുണ്യവാനായ അള്ളാഹു എന്ന അർത്ഥം വരുന്ന യാ റഹ്മാനു യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ എല്ലാ ദിവസവും അസർ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ചൊല്ലുക. നിങ്ങൾ മറ്റുള്ള അനാവശ്യ സംസാരങ്ങൾ കുറക്കുക. മറ്റുള്ളവരെ കുറിച്ച് ഗീബത്തും നമീമത്തും പറയുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. കളവ്, ചതി, വഞ്ചന തുടങ്ങിയവ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുക. ദോഷങ്ങൾ ചെയ്യാതിരിക്കുക. ഫർള് നിസ്കാരങ്ങൾ അതാ ആയിക്കൊണ്ട് നിർവഹിക്കുക. ഇതൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇസ്മിനെ തുടർച്ചയായിക്കൊണ്ട് നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അത് അല്ലാഹു തആല നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വിജയകരമായിട്ട് നിങ്ങൾക്കത് പൂർത്തീകരിച്ചു തരികയും ചെയ്യും. അത്രക്കും ഫലം കിട്ടുന്ന ഒരു ഇസ്മാണ് യാ റഹ്മാനു യാ അല്ലാ എന്നത്. ഇൻഷാ അല്ലാ ഈ ഒരു ഇസ്മ നമുക്കെല്ലാവർക്കും എല്ലാ ദിവസവും അസറിന് ശേഷം ചൊല്ലുവാൻ അല്ലാഹു തആല ഭാഗ്യവും തൗഫീഖും നൽകുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.